കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയുടെ ഫലമായി പെഹൽഗാമിലുണ്ടായ വലിയ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രിയോട് കടുത്ത ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി. രാജ്യത്തെ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഇത്രയും കടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ നരേന്ദ്രമോദി അല്ലാതെ വേറെ ഒരാളും ഇതുവരെയും ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. സുഹൃത്തുക്കളെ, ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഴ്ചകൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ഈ ചോദ്യങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടത് അത്യാവശ്യമായതിനാൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. രാജ്യത്തെ മീഡിയകളെല്ലാം ഗവൺമെന്റിന്റെ സ്തുതിപാഠകർ ആയി മാറിയിരിക്കുന്ന ഈ അവസരത്തിലാണ് 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദി ചങ്കൂറ്റത്തോടെ പ്രധാനമന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ഒരു ജനപ്രതിനിധിയുടെ കടമ എന്ന് പറയുന്നത് ഭരിക്കുന്നവരുടെ വീഴ്ചകളിൽ അവരോട് കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടുകയും ആണ്. അത് ഏറ്റവും ഭംഗിയായി നിറവേറ്റിയത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ഇപ്പോൾ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ വെളിച്ചത്തിൽ വളരെ അർത്ഥവത്തായ കഠിനമായ ചോദ്യങ്ങളാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. ഇവിടെ അദ്ദേഹം പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ വീഴ്ചകൾ എണ്ണി പറയുന്നത് രാജ്യം ഭരിക്കുന്നവർക്ക് മാതൃകയാകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. आपका सामर्थ्य है तो मुझे जवाब दीजिए, ये जो आतंकवादी है, ये नक्सलवादी है, उनके पास शस्त्र और बारूद कहां से आता है? वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है। सीमा सुरक्षा बल आपके कब्जे में है. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ. ഈ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ വിദേശത്തിന്റെ മണ്ണിൽ നിന്നാണല്ലോ ഇന്ത്യയിലേക്ക് കയറുന്നത്. അതിർത്തികൾ പൂർണ്ണമായി നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതിർത്തികളുടെ സുരക്ഷ പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है, शस्त्र आते हैं, आतंकवादियों के पास पहुंच जाते, उसको तो रोको. जवाब नहीं है. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ള അതിർത്തികൾ നിങ്ങൾ സുരക്ഷിതമാക്കൂ. വിദേശത്ത് നിന്ന് വരുന്ന തീവ്രവാദികളുടെ കയ്യിൽ ആയുധങ്ങൾ ലഭിക്കുന്നത് തടയൂ. ഇതിനൊന്നും നിങ്ങൾക്ക് മറുപടിയില്ല. मैंने उनको दूसरा सवाल पूछा. हमने कहा आतंकवादियों के पास धन आता है, हवाले से आता है, पूरा मनी ट्रांजैक्शन का कारोबार भारत सरकार के कब्जे में है, आरबीआई के अंडर में है, बैंकों के माध्यम से होता है. क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है, राज्य उसमें कहीं बीच में नहीं आते, आप उसको क्यों नहीं रोकते हैं? क्यों नहीं पकड़ पाते हो? आप उसके लिए क्या करना चाहते हो? ഞാൻ അവരോട് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, തീവ്രവാദികളുടെ കയ്യിൽ ആയുധം എത്തുന്നു, ഇത് ഹവാല വഴിയാണ് എത്തുന്നത്. പണവിനിമയം മുഴുവൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൈകളിലാണ്. പ്രധാനമന്ത്രി, താങ്കൾക്ക് ഇത്രയും പോലും ചെയ്യാൻ കഴിയില്ലേ? ഈ പണം വിദേശത്ത് നിന്നാണ് തീവ്രവാദികളുടെ കയ്യിൽ എത്തുന്നത്. രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളുടെ കൈകളിലാണ്. അതിന്റെ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് തടയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തീവ്രവാദികളെ പിടികൂടാൻ കഴിയാത്തത്? ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ ही आते हैं, घुसपैठ ही आतंकवादियों के रूप में आते हैं, आतंकवादी घटनाएं करते हैं, भाग जाते हैं. प्रधानमंत्री जी, आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, बीएसएफ सेना सब आपके हाथ में है, नेवी आपके हाथ में है. ये विदेश से घुसपैठ के कैसे घुस जाते हैं? आतंकवादी विदेशों से यहाँ कैसे घुस जाते हैं? आप जवाब दीजिए. व्यवस्था आपके पास है, उनके पास जवाब नहीं था. ഞാൻ മൂന്നാമത് ഒരു ചോദ്യം പ്രധാനമന്ത്രിയോട് ചോദിച്ചു. തീവ്രവാദികൾ വന്ന് ആക്രമിക്കുന്നു, അതിനുശേഷം അവർ രക്ഷപ്പെട്ട് കടന്നു കളയുന്നു. പ്രധാനമന്ത്രി, നിങ്ങൾ പറയൂ, BSF, ആർമി, തീരദേശ സുരക്ഷ, നേവി എല്ലാം നിങ്ങളുടെ കൈകളിൽ അല്ലേ? എന്നിട്ടും എങ്ങനെയാണ് വിദേശത്ത് നിന്ന് തീവ്രവാദികൾ ഇന്ത്യയുടെ ഉള്ളിൽ കടക്കുന്നത്? നിങ്ങൾ ഇതിന് മറുപടി നൽകൂ. ഭരണം നിങ്ങളുടെ കൈകളിലാണ്. എന്നാൽ അതിനും പ്രധാനമന്ത്രിക്ക് മറുപടിയൊന്നുമില്ല. मैंने चौथा सवाल पूछा
मैंने उनसे पूछा, प्रधानमंत्री जी बताइए, सारा कम्युनिकेशन भारत सरकार के अंडर में है। कोई भी अगर टेलीफोन पे बात करता है, ईमेल भेजता है, कोई भी कम्युनिकेशन करता है, भारत सरकार उसको इंटरप्ट कर सकती है, इंटरप्ट कर करके जानकारियां पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो। मैं पूछना चाहता हूं प्रधानमंत्री जी को, इस विषय में आपने क्या किया है? उनके पास जवाब नहीं था। ഞാൻ പ്രധാനമന്ത്രിയോട് നാലാമതൊരു ചോദ്യം ചോദിച്ചു. പ്രധാനമന്ത്രി, എല്ലാ ആശയവിനിമയ സംവിധാനവും ഇന്ത്യൻ സർക്കാരിന്റെ കീഴിലാണ്. തീവ്രവാദികൾ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ഒക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഭാരത് സർക്കാരിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്ത് തീവ്രവാദികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് കൃത്യമായി വിവരങ്ങൾ കണ്ടുപിടിക്കാൻ ഭാരതത്തിലെ സർക്കാരിന് സാധിക്കും. അങ്ങനെ അത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. പ്രധാനമന്ത്രി, നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്താണ് ചെയ്തത്? എന്നാൽ അദ്ദേഹത്തിന് ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയുമില്ല. നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഇത്രയും ശക്തമായി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടായത് നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. വിദേശത്തു നിന്നാണ് തീവ്രവാദികളുടെ കയ്യിൽ ആയുധം എത്തുന്നത്. വിദേശത്തു നിന്നാണ് ഹവാല വഴി തീവ്രവാദികളുടെ കയ്യിൽ പണം എത്തുന്നത്. നോട്ട് നിരോധനം നടത്തിയിട്ടും അതുവഴി എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ് വീണ്ടും തീവ്രവാദികളുടെ കയ്യിൽ പണവും ആയുധവും എത്തുന്നതെന്ന് ഇദ്ദേഹം ചോദിച്ചതുപോലെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സർക്കാരിനെ നിരീക്ഷിക്കാനും തീവ്രവാദികളുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ ഏജൻസികളും സർക്കാരിന്റെ കീഴിലാണ്. അതിർത്തി സുരക്ഷ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. BSF, നേവി, ആർമി തുടങ്ങി എല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. കാശ്മീരിലെ പോലീസ് പോലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വീഴ്ച ഉണ്ടായത്? പ്രധാനമന്ത്രി, വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് വിടുവായത്തം പറയാനല്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ളതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അതുപോലെ അദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്കെത്തി വലിയ ആക്രമണം നടത്തി പിടിക്കപ്പെടാതെ ഈസിയായി രക്ഷപ്പെട്ടു പോകുന്നത്? ഈ ആക്രമണം തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഇത് നടന്നു കഴിഞ്ഞ് ഇതിന് ഉത്തരവാദികളായവർ രക്ഷപ്പെട്ടു പോകാതെ പിടിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഓർക്കാമായിരുന്നു. അതും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സർക്കാരിന്റെ കീഴിലുണ്ടായ തീവ്രവാദ ആക്രമണങ്ങളുടെ ഒന്നിന്റെയും ഉത്തരവാദികളായ ഒരാളെ പോലും ഇതുവരെയും പിടിക്കാനോ വധിക്കാനോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മോദി പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രധാനമന്ത്രിക്ക് യാതൊരു മറുപടിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകരമായ കാര്യം. ഏതായാലും രാജ്യത്തിന്റെ കാര്യത്തിൽ ഈ തീവ്രവാദ ആക്രമണത്തിലുണ്ടായ വലിയ വീഴ്ചയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയോട് ഇത്രയും ശക്തമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന നരേന്ദ്രമോദി എന്ന 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു വ്യക്തിയെങ്കിലും ഈ രാജ്യത്തുണ്ടല്ലോ എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം. ഇതിനെയാണ് മോദി പറയുന്നത്, ഹിപ്പോക്രസിക്ക് भी सीमा होती है. ഹിപ്പോക്രസിക്കും ഒരു പരിധിയൊക്കെ വേണ്ടേ എന്ന്.